Hey, hello, welcome to Mystic Love Maya. So, നമ്മൾ ലാസ്റ്റ് ഇയറും ഓരോരോ നക്ഷത്രത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ 2025 പ്രഡിക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 2024 പ്രഡിക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 2025 പ്രഡിക്ഷൻസ് ഫോർ ഈച്ച് സ്റ്റാർ ചെയ്യാൻ പോവുകയാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇസ് അവർ ഫസ്റ്റ് സ്റ്റാർ അശ്വതി സ്റ്റാറിൽ എന്തൊക്കെയാണ് 2025 വരുന്ന ബ്ലെസ്സിങ്സ്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള major messages from the universe, from angels, from fairies, from spirit. ഒരുപാട് മെസ്സേജസ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. സോ ടിൽ ദ എൻഡ് നിങ്ങൾ കാണാം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അശ്വതി സ്റ്റാറിലുണ്ടെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ അവർക്കും ഷെയർ ചെയ്യാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് നോക്കാം എന്താണ് അശ്വതി സ്റ്റാറിന് 2025 എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റേണ്ടത് എന്നുള്ളത് നോക്കാം. So, I see 4 of Pentacles. So, 4 of Pentacles എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ കുറച്ചുകൂടി മണി സേവിങ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഇയർ ആയിരിക്കും 2025. നിങ്ങൾക്ക് ആഫ്റ്റർ ദ മിഡ് മന്ത്, അതായത് 2025 6 monthsന് ശേഷം നിങ്ങൾക്ക് മണി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസ് നിങ്ങളുടെ മനസ്സിലുള്ളത് അത് ഫീൽ ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാനും ആ ഇമോഷൻസിനെ നിങ്ങൾക്ക് ഹാപ്പി ആണെങ്കിലും സാഡ്നെസ് ആണെങ്കിലും ആങ്കർ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തും അത് എക്സ്പ്രസ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഐ സീ ദാറ്റ് എനർജി. ആൻഡ് നിങ്ങൾ സെൽഫ് റിയലൈസേഷൻ ആൻഡ് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ട് പോവുക. അതായത് ബാക്കിയുള്ള പുറമേ നിന്നുള്ള ആൾക്കാരുടെ നിങ്ങളുടെ പറ്റിയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് അത് നിർത്തിയിട്ട് നിങ്ങളെ തന്നെ വാലിഡേറ്റ് ചെയ്ത് ഓക്കെ ഞാൻ ഓക്കെ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ മുന്നിലോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടാവും. സോ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ പലപ്പോഴും നിങ്ങൾ ചെയ്യാത്ത തെറ്റിനും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്കും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നു ഇൻ ദ പാസ്റ്റ്. അത് നിർത്തിയിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഐ ആം ഗോയിങ് ടു സ്റ്റേ ഫോർ മൈ സെൽഫ്, എനിക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസിൽ ഞാൻ നിൽക്കും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറുന്നൊരു എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റുന്ന 2 of Swords എനർജിയാണ്. അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ 2 ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുണ്ട്. 2 ഓപ്പർച്യൂണിറ്റീസ് അറ്റ് എ ടൈം നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളതിൽ ഒരു ബ്ലൈൻഡഡ് സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്ത് ഡിസിഷൻ എടുക്കാനുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിന് ഒരു ബ്ലൈൻഡഡ് ആക്കി വെക്കുന്നത് പല കാര്യങ്ങളിലും ചിലപ്പം നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം എന്നുള്ളത് കാണുന്നു. പലതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാനൊരു റിസോഴ്സസ് ഇല്ല നിങ്ങളുടെ ചുറ്റിലും, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. അതല്ലാതെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാവരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. ചിലവർ നിങ്ങളുടെ മുന്നിൽ ഫുള്ളും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എനർജിയിലും കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് കാണുന്നു. സോ എല്ലാവരെയും നിങ്ങൾ ഉള്ളിലൂടെ കാണാൻ ശ്രമിക്കുക. എല്ലാവരെയും ബാക്കി കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പിന്നെ നിങ്ങൾ വേദനിക്കുന്നൊരു സിറ്റുവേഷനിലൂടെ പോവാതിരിക്കുക. ആരെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേയും അവരെ പറ്റിയിട്ടുള്ളൊരു കംപ്ലീറ്റ് പിക്ചർ എടുത്തതിന് ശേഷം മാത്രം ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് 2 of Swords എനർജി. അടുത്തതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് മജീഷ്യൻ എനർജി. സോ പ്രിറ്റി മച്ച് നിങ്ങൾക്ക് പല കഴിവുകളും അറ്റ് എ ടൈം ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് റിയലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഹാർഡ് വർക്കിംഗ് സോളാണ് നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ആ ഒരു സാധനത്തിന് മേലെ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും. അത് നിങ്ങൾക്ക് എത്ര തന്നെ നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്ന് ആരെങ്കിലും തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് പോസിബിൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് മജീഷ്യൻ കാർഡിൻ്റെ പ്രത്യേകത. സോ മജീഷ്യൻ കാർഡ് ഇസ് ഓൾസോ ദാറ്റ് ചിലപ്പോൾ നിങ്ങൾ മാനിപ്പുലേഷനിൽ പെടാനുള്ള അവസ്ഥയും, അതായത് നിങ്ങളടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പലരും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവാം എന്നുള്ള എനർജി ഉണ്ട്. അതായത് നിങ്ങളെ പറഞ്ഞു പറ്റിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എന്താ പറയുക
അവരുടെ രീതിയിലേക്ക് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങളുടെ ലൈഫ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള മെയിൻ റീസൺ. ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത് എന്നുള്ളതും കാണുന്നു. അതിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ്സ് എ ഹൈ പ്രീസ്ട്രസ് എനർജി. സോ ഹൈ പ്രീസ്ട്രസ് എനർജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ എനർജി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവരെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ 2025 വരുന്നത്. നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്, സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഫേസിലും കൂടെ ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സിലൂടെ നിങ്ങൾ ലൈഫ് ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവാം. ഇപ്പോൾ ഒരു ഫേസിലായിരിക്കും നിങ്ങൾ ഓൾറെഡി. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഫേസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം, എന്തെങ്കിലും കഷ്ടപ്പാടുകൾ ഉണ്ടാവാം. പക്ഷേ ഇതൊക്കെ നിങ്ങളെ ഒരു മച്ച് മോർ ബോൾഡ് ആൻഡ് നിങ്ങൾക്ക് എല്ലാവരുടെയും എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറ്റുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ചിരിച്ച് കളിച്ചൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് വേറെ വഴി നിങ്ങൾ അറിയും, ഇവർ നിങ്ങളെപ്പറ്റി കുറ്റം പറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയും. ആ ഒരു സംഭവമാണ് ഈ ഒരു ഹൈ പ്രീസ്ട്രസ് എനർജിക്ക്. അതായത് നിങ്ങൾക്ക് ഒരാളെ ഇപ്പം നിങ്ങളൊരു ക്രൗഡിൽ പോയി ഒരാളെ മീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവരെ ഒരു എനർജി മനസ്സിലാവും. ഓക്കെ, ഈ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നമുക്ക് ഇയാളെ വിശ്വസിക്കാം എന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല, ഇതിനെ നമുക്ക് എന്തായാലും നമ്മുടെ ലൈഫിൽ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെ എനർജി മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ഉറക്കത്തിൽ സ്വപ്നമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആൾക്കാരുടെ കോൺവെർസേഷൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും ഒരു ആഡായിട്ടോ ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു കണക്ഷൻ എവിടെയൊക്കെയൊക്കെ കിട്ടാനുള്ള സാധ്യതകളാണ് വിത്ത് ദ ഹൈ പ്രീസ്റ്റസ് എനർജി. ആൻഡ് ഓൾസോ ദിസ് ഈസ് ലൈക്ക് കോൺസ്റ്റൻറ്റ് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു പവറുള്ളപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫെദേഴ്സ് കാണാം, ഏഞ്ചൽസിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് തോന്നുക, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് വിത്ത് ദ ഹൈ പ്രീസ്റ്റസ് എനർജി എനിക്ക് കാണുന്നത്. നെക്സ്റ്റ് ഐ സി 8 ഓഫ് കപ്സ് എനർജി. 8 ഓഫ് കപ്സ് എനർജി എനിക്ക് കാണുന്നത് നിങ്ങളൊരു റോങ് ഡയറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത. നിങ്ങൾക്ക് ചേരാത്തതായിട്ടുള്ള ഒന്നിനെയും നിങ്ങൾ ചേർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ചിലപ്പം റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം. നിങ്ങൾ ജസ്റ്റ് ബിക്കോസ് നിങ്ങളത് പഠിച്ചു, ആ ഒരു ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു, പക്ഷേ നിങ്ങൾക്കത് ഒട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ യു നീഡ് ടു വാക്ക് അവേ ഫ്രോം ഇറ്റ്. നിങ്ങളത് തന്നെ പെർസ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുന്നിലോട്ടേക്ക് പോയാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് പോകാൻ മാത്രമല്ല നിങ്ങൾക്ക് അതിലും സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഡിസ്റ്റൻ്റായി പോവുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പോകാനുള്ള സാധ്യത. തെറ്റായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പോകരുത്, പകരം നിങ്ങളുടെ റിയൽ സ്ട്രെങ്ത് മനസ്സിലാക്കി അതിലേക്ക് പോകുക. അതേപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ നെക്സ്റ്റ് ഇയറിൽ അതിൻ്റെ അകത്ത് നിന്ന് മൂവ് അവേ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നത് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വഴക്കിലേർപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങളെ തന്നെ റിമൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു 8 ഓഫ് കപ്സ് എനർജിയിൽ. അതേപോലെ എനിക്ക് കാണുന്ന 6 ഓഫ് വാൻഡ്സ് എനർജി. നിങ്ങൾക്കൊരു സക്സസ്, ഞാൻ പറഞ്ഞ 6 മന്ത്സ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാപ്പി ഫേസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് 6 മന്ത്സ് നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ദിസ് കുഡ് ബി നിങ്ങളുടെ ജോബിന് നിങ്ങൾക്ക് അപ്രിസിയേഷൻ കിട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ്, അല്ലെങ്കിൽ നിങ്ങളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുക എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് വിത്ത് 6 ഓഫ് വാൻഡ്സ് എനർജിയിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ കീഴിൽ എനിക്ക് കാണാൻ പറ്റുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി. 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് ഈസ് സ്ലോ ഗ്രോത്ത്, പക്ഷേ ഇറ്റ് ഈസ് വെരി സ്റ്റേബിൾ. അത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ആ ഒരു മണീനെ ട്രസ്റ്റ് ചെയ്യാം. കാരണം ആ ഒരു എനർജി നിങ്ങൾ വളരെ എന്താ പറയുക എഫോർട്ട് ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു രീതിയിലുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു മണി നിങ്ങളുടെ കയ്യിലുണ്ടാവും. സോ ആ മണീനെ നിങ്ങൾക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എനർജി വെച്ചിട്ട് തന്നെ നമ്മളുടെ ഫെയറി സ്പിരിറ്റ്, ദ ഡിവൈൻ ഫെമിനൈൻ, മോണോളജി കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് മെസ്സേജസ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഫെയറി മെസ്സേജസ് ആണ് എനിക്ക് കാണുന്നത്. ഐ സി ഇൻസ്പിറേഷൻ. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് എന്ത് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ വേണം. സോ ഇപ്പം എനിക്ക് ഒരു ഇൻസ്പയറിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലുക്ക് അപ്പ് ടു ഒരാളുണ്ടാവണം.
സോ എനിക്ക് എൻ്റെ ഗൈഡ് മീൻസ് വെൻ ഇറ്റ് കംസ് ടു ദിസ് like my tarot stuff, my guru is my inspiration. Like she is my real inspiration. അവരാണ് എന്നെ ഈ ഒരു ഗൈഡൻസ് തരികയും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എന്നുള്ളത് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ ആ ഒരു ഗുരുവാണ്. സോ ഷീ ഈസ് മൈ ഇൻസ്പിറേഷൻ വെൻ ഇറ്റ് കംസ് ടു ടാരോ റീഡിങ്. സോ അതുപോലെ നിങ്ങൾക്കും ഓരോരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം. അതൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അതായിരിക്കണം നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ. മേ ബി ഇതിനൊരു എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചെടുത്ത് പറയുവാണെങ്കിൽ, ഫോർ മീ വെൻ ഐ വാസ് എ കിഡ് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ. പക്ഷെ ഞാൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് വായിച്ചു. മീൻസ് ഐ വാസ് ഇൻ ഐ തിങ്ക് തേർഡ് ഓർ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് അങ്ങനെ ഒരു ക്ലാസ്സിലായിരുന്നു. ആ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക്സ് എൻ്റെ അച്ഛൻ കൊണ്ടുവരും, ഞാനത് വായിക്കും എന്നൊക്കെ. ഞാൻ എൻ്റെ ബുക്കിൽ ലൈക്ക് വാട്ട് യു വോണ്ട് ടു ബി, നമ്മളുടെ എംബിഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ നമ്മളുടെയൊക്കെ ഒരു എസ്സേ എഴുതാൻ. സോ അവിടെ ഞാൻ അങ്ങനെ എഴുതി ലൈക്ക് ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. ആൻഡ് ഞാൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സൊക്കെ വായിക്കും. എൻ്റെ ഫാദർ ബൈസ് മീ ദാറ്റ് ബുക്ക് ആൻഡ് ഐ റീഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് എഴുതിയപ്പോൾ വൺ ഓഫ് ദ ഒരു ടീച്ചർ അതിനകത്ത് നെക്സ്റ്റ് ഡേ ആ ടീച്ചറിൻ്റെ കുട്ടി എൻ്റെ സെയിം ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു ദാറ്റ് അവൾ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ഇതൊക്കെ വെറുതെ തള്ളുന്നതായിരിക്കും. ആൻഡ് ഇപ്പം ഒരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഷീ വിൽ ബിക്കം എ നേഴ്സ് ആവുമായിരിക്കും എന്ന് പറഞ്ഞു. സോ ഈ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഡയറക്റ്റ്ലി ഇത് പറഞ്ഞു എൻ്റെ അടുത്ത്, നീ ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചാൽ നീ നേഴ്സേ ആവുള്ളൂ, നിനക്ക് അത്ര ഒരു ഇതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ അപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് എന്തായാലും ആ ഒരു സെൻറ്റൻസ് ആ ഒരു ഫോർത്ത് ഫിഫ്ത്ത് പഠിക്കുന്ന സമയത്ത് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ, അങ്ങനെയാണ് ആൾക്കാർ എന്നെ കാണുന്നത്. ലൈക്ക് ഐ ആം ജസ്റ്റ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്, എനിക്കൊരിക്കലും അത്രയൊന്നും എത്താൻ പറ്റില്ല എന്നുള്ളതാണ് കാണുന്നത് എന്നുള്ളത് ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതേപോലെ ഒരു റിപ്പീറ്റഡ് ഇവൻറ്റ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടാവുകയുണ്ടായിരുന്നു. സോ അപ്പോഴൊക്കെ എൻ്റെ ഒരു എനിക്കൊരു വാശിയായിരുന്നു ഇൻസ്പിറേഷനെക്കാട്ടിലും. ഇറ്റ് വാസ് ലൈക്ക് ഐ വാണ്ടഡ് ടു ഡു ആൻഡ് ഐ വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ അച്ചീവ് സംതിങ്. എനിക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടണം, അതായത് ഞാൻ എന്തെങ്കിലും ആയി എന്നുള്ള സംഭവം കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിഷൻ. ആൻഡ് അതേ ടീച്ചറിൻ്റെ അടുത്ത് എനിക്ക് ഞങ്ങൾ കണ്ണൂരാണ്. സോ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഐ സോ ദിസ് മാൻ. ഈ പറഞ്ഞ സാറിനെ ഞാൻ മീറ്റ് ചെയ്യും. അയാളുടെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു ദാറ്റ് ഐ ആം എ ഡോക്ടർ നൗ. അതാണ് ഒരു ഇവൻറ്റ്. ദാറ്റ് ഈസ് ലൈക്ക് ഒരു കർമ്മ സൈക്കിൾ എന്ന് തോന്നുന്നു. ആൻഡ് ഐ വാസ് റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് വാട്ട് എവർ ഹാപ്പൻഡ് അതെന്നെ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതായത് അങ്ങനെ പറഞ്ഞു, ഓക്കെ എനിക്കത് തിരിച്ച് കാണിക്കാൻ പറ്റണം, ദാറ്റ് ആയി, ഓക്കെ ഞാൻ എന്തെങ്കിലും ആയി എന്നുള്ളത്. സോ അതാണ് ഒരു പോയിൻറ്റ്. ചിലപ്പം ദാറ്റ് ഇസ് വൈ ഐ സെഡ് അതൊരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല, നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നത് ഒരു പേഴ്സൺ ആകണം എന്നില്ല. ഒരു മൊമെൻ്റ് ആയിരിക്കാം, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. സോ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക, പിക്ക് ചെയ്യുക, മുന്നിലോട്ടേക്ക് പോവുക. ഓക്കെ, സോ ബി പ്രിപ്പയർഡ് ആസ് യു will soon receive a visit from the fairy of inspiration. ഈ ഇൻസ്പിറേഷൻ തരുന്ന ഒരു ഫെയറി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കം ഡസ്ക് ആൻഡ് ഡോൺ ആൻഡ് ഷീ ക്യാൻ കോൾ യു അറ്റ് എനി ടൈം. സോ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ തരുന്ന ഫെയറി നിങ്ങളുടെ അടുത്ത് വരാം. നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റിനെ ഈ ഒരു ഫെയറി കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സി അബണ്ടൻസ്. 2025 പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ഇൻകമ്മിങ് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് അട്രാക്ട് ചെയ്യാൻ റെഡി ആയിക്കോളൂ. നിങ്ങളുടെ ലൈഫിലേക്ക് ലവ്, മണി, കരിയർ, നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. യു ഹാവ് ടു റിലീസ് ദ മെൻ്റൽ ബ്ലോക്ക്. എനിക്ക് ബേസിക്കലി മെൻ്റൽ ബ്ലോക്ക് ഉണ്ട്, എല്ലാവർക്കും മെൻ്റൽ ബ്ലോക്ക് ഉണ്ട്. എന്താണ് മെൻ്റൽ ബ്ലോക്ക്? മെൻ്റൽ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ ലിമിറ്റ് ചെയ്യാം. ദാറ്റ് വി കാൺ ഡു സംതിങ്, നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻ്റലി നമ്മളെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഐ തോട്ട് എനിക്ക് ഒരിക്കലും പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് ഒരു ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഐ ഹാവ് സ്റ്റാമറിങ് ഇഷ്യൂസ്, എനിക്ക് വിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. സോ അതിനെ ഞാൻ റീപ്ലേസ് ചെയ്തതാണ് ഞാൻ 2 ലാംഗ്വേജ് മിക്സ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത്. സോ അത് ചെയ്തപ്പോൾ ഐ ആം ഏബിൾ ടു സ്പീക്ക്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്.
സോ അതുപോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് മെൻ്റലി ബ്ലോക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അത് നമ്മളുടെ തോട്ട്സ് തന്നെയായിരിക്കും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് ആ മെൻ്റൽ തോട്ട്സാണ്. ഐ തിങ്ക് ഈ ഒരു ചാനൽ ഒരിക്കലും നമുക്കൊരു 1 മില്യൺ സബ്സ്ക്രൈബർ വരെ ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് എൻ്റെ ഒരു മെൻ്റൽ ബ്ലോക്കാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾക്കും ഓരോരോ മെൻ്റൽ ബ്ലോക്ക്സ് ഉണ്ടാവും. സോ ആ മെൻ്റൽ ബ്ലോക്ക്സിനെ നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നിലോട്ടേക്ക് പോകണം എന്നുള്ളതാണ് കാണുന്നത്. And you may have, and fairyland and human land is enough abundance for everyone. So ഫെയറിയുടെ ലാൻഡ് ആണെങ്കിലും ഈ ഹ്യൂമനിലെ ലാൻഡ് ആണെങ്കിലും നിങ്ങൾക്ക് അബണ്ടൻസ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. സോ നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്ക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ മേലെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഇസ് ഫൈൻഡ് ബാലൻസ് ബിറ്റ്വീൻ യുവർ വർക്ക്, റെസ്റ്റ് ആൻഡ് പ്ലേ ടൈം, ആൻഡ് യു വിൽ ഹാവ് മോർ എനർജി, ഹാർമണി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ യുവർ ലൈഫ്. ടേക്ക് എ പവർ നാപ്പ്. ഓക്കെ, നിങ്ങളിൽ ആരെങ്കിലും ഒരുപാട് നിങ്ങളെ പുഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാതെ നിങ്ങൾ വീണ്ടും നിങ്ങൾ പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് സമയം നിങ്ങൾ അതിൻ്റെ അകത്തൊരു ബാലൻസ് കൊണ്ടുവരൂ. വിച്ച് മീൻസ് യു ക്യാൻ സേ ഫോർ എക്സാമ്പിൾ ദർ ഇസ് സം മെത്തേഡ് കോൾഡ് പ്രൊമഡോ മെത്തേഡ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഇത് നിങ്ങൾ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ലേണിംഗ് അങ്ങനെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ദാറ്റ് ഇസ് ലൈക്ക് 25 മിനിറ്റ്സ് നിങ്ങൾ വർക്ക് ചെയ്യും, 5 minutes you give rest. വീണ്ടും 25 മിനിറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യും, പിന്നെ യു ഗീവ് 5 minutes റെസ്റ്റ്. 25 മിനിറ്റ്സ് നിങ്ങൾ വർക്ക് ചെയ്യും, യു ഗീവ് 5 minutes റെസ്റ്റ്. അങ്ങനെയുള്ള മൂന്ന് സംഭവങ്ങൾ, അതായത് 25 മിനിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ലോങ്ങർ റെസ്റ്റ് കൊടുക്കും. അത് ഈ ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു 25 മിനിറ്റ്സിൻ്റെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും എന്നാണ് പറയുന്നത്. സോ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരിക, വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പ്ലേ ടൈം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു ടൈം, നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനൊരു ടൈം എല്ലാം നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്ലീപ്പ്, നെവർ സഫൈസ് യുവർ സ്ലീപ്പ്. നിങ്ങൾ ഒരിക്കലും സ്ലീപ്പ് വിട്ടിട്ട് ഒരു കാര്യം ചെയ്യരുത്. കാരണം പവർ നാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഓർക്ക് കുറവുണ്ടാവായിരിക്കാം നിങ്ങൾക്ക്. സോ പവർ നാപ്പ് ആൻഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 6 to 8 hours സ്ലീപ്പ് എന്തായാലും എടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ ബിക്കോസ് പണ്ട് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയുമായിരുന്നു ലൈക്ക് വലിയ ആൾക്കാർ അധികം ഉറങ്ങേണ്ട ആവശ്യമില്ല. എവ്രിബഡീസ് ബോഡി ഫങ്ഷൻ വിത്ത് 7 to 8 hours സ്ലീപ്പ് ഓൺലി. അങ്ങനെ ഒരു സ്ലീപ്പ് കൊടുത്താൽ മാത്രമേ നമ്മളുടെ ബ്രെയിൻ, നമ്മളുടെ ബോഡി, നമ്മുടെ മസിൽസ് എല്ലാം തന്നെ റീസെറ്റ് ആവുള്ളൂ. സോ ഗീവ് 6 to 8 hours ഗുഡ് സ്ലീപ്പ്, അതായത് ഇൻ്ററപ്റ്റഡ് സ്ലീപ്പ് അല്ല, ഗുഡ് സ്ലീപ്പ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ദ മൂൺ മെസ്സേജസിന് എന്താ പറയാനുള്ളത് നോക്കാം. സോ മൂൺ മെസ്സേജസ് ഐ സീ, ഓക്കെ, ദ കാർഡിനൽ മൂൺ, ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. സോ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങളൊരു മൂവ് എടുക്കാതെ നിൽക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് സ്റ്റക്കാണ്, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ സ്റ്റക്കാണ്, എനിക്ക് മുന്നിലോട്ടേക്ക് പോകാൻ വയ്യ, ഇതിൻ്റെ അകത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരു മുന്നിലോട്ടേക്കുള്ള ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു മൂവ് എടുക്കണം എന്നുള്ളത് കാണുന്നു. ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, ഇതിനെപ്പറ്റി പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ബോൾഡായിട്ടുള്ളൊരു മൂവ് ആയിരിക്കും, അത് നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിരിക്കും, പക്ഷേ എന്നാലും ആ ഒരു മൂവ് നിങ്ങൾ എടുക്കുക. ബിക്കോസ് ആ ഒരു സിംഗിൾ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പലതും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് കാർഡ് ഈസ് എ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. സോ ന്യൂ മൂൺ ഇൻ ലിബ്ര. സോ ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ്. സോ ഐ തിങ്ക് നിങ്ങൾ മോസ്റ്റ് ഓഫ് ദം ആർ അട്രാക്റ്റിംഗ് ന്യൂ ലവ്, വിച്ച് മീൻസ് നിങ്ങളൊരു പുതിയ സോൾമേറ്റ് കണക്ഷൻ, സോൾമേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബാലൻസ് ഉള്ള റിലേഷൻഷിപ്പിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇൻ 2025. അതായത് നെവർ ബി എ ഗീവർ അല്ലെങ്കിൽ നിങ്ങളൊരു ടേക്കർ, രണ്ടും ആവരുത്. നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ബാലൻസ് കൊണ്ടുവരാനും ശ്രമിക്കുക എന്നുള്ളത് കാണുന്നു. വിത്ത് ന്യൂ മൂൺ ഇൻ ലിബ്ര. നെക്സ്റ്റ് ഐ സീ ദ സ്പിരിറ്റ് മെസ്സേജസ്. സോ സ്പിരിറ്റ് മെസ്സേജസ് ഇസ് സേയിങ് ദാറ്റ് നിങ്ങളിപ്പോൾ പോകുന്ന ആ സ്പീഡ് നിങ്ങൾ ഒരിക്കലും സ്ലോ അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറയുന്നു. സോ നിങ്ങൾക്ക് 2025 കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കുക. നിങ്ങൾ ആസ് എ വ്യക്തി നിങ്ങളുടെ സെൽഫ് കെയർ അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുറച്ച് ഹാപ്പി സ്പേസ് കൊടുക്കുക. അങ്ങനെയുള്ള നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് അഡ്വാൻസ് ആവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് പോകേണ്ട വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു.
ആൻഡ് നിങ്ങൾ ഒരാളുടെ പുറകെ അല്ല എന്നുള്ളത് വിശ്വസിക്കുക. നിങ്ങൾ വേറെ ആൾ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫ്. ബിക്കോസ് യു ആർ ഓൺ യുവർ പാത്ത് എന്നുള്ളത് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് വേണം. നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള എന്തൊക്കെയോ ചിന്തകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പോയി ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ റുട്ടീൻ്റെ ഒരു പാർട്ടാക്കുക. മോർണിംഗ് ഒരു 10 minutes ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കണ്ടെത്തുക. നിങ്ങളുടെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർഫുള്ളാണ്. ആസ് വി സോ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ പവർഫുള്ളാണ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സത്യമാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഡിഫിക്കൽട്ട് ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഹോബീസ് മാറ്റി വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. ആ സാധനങ്ങളെയൊക്കെ നിങ്ങൾ വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങണം. അത് പാട്ടം കേൾക്കുന്നതായിക്കോട്ടെ, വരയ്ക്കുന്നതായിക്കോട്ടെ, ഡാൻസ് ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള നിങ്ങളുടെ ഹോബീസ് എന്താണോ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളുടെ സെൽഫ് ഹീലിംഗ് ചെയ്യണം എന്നുള്ളത് കാണുന്നു. സോ നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഇയറാണ് 2025. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ് 2025. ആൻഡ് യൂണിവേഴ്സ് സ്പിരിറ്റ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ അവരോട് ചോദിക്കുന്ന ഓരോരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അവർ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ അസിസ്റ്റിംഗ് യു ആൻഡ് ഗൈഡിങ് യു. നിങ്ങൾ അവരെ അസിസ്റ്റ് ചെയ്യും. നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസും അവർ അതിന് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കുക, സമാധാനപൂർവ്വം ഇരിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ഫ്രൂട്ട്, അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദേ ആർ വിത്ത് യു എന്നുള്ളത് നിങ്ങൾ ബിലീവ് ചെയ്യുക. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, അതായത് 2024-25 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾ തറവാട് വീടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്പലങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയി വിസിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. യു ഫോളോ എനി അതർ റിലീജിയൻ, നിങ്ങളുടെ ലൈക്ക് ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ബ്ലെസ്സിങ്സ് വാങ്ങിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം സെയിങ്. Next is imagine all unwanted thought dissolving into light, creating room for new opportunities and possibilities in your life. സോ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്, ആസ് ഐ സെഡ് നിങ്ങൾക്ക് തോട്ട് ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ആൾക്കാരാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിസോൾവ് ആയിട്ട് പോകുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഡിസോൾവ് ആയി അത് ആകാശത്തോട്ട് പോകുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കി. നെക്സ്റ്റ് ഐ സീ പ്ലേഫുൾനെസ് കാർഡ്, വിച്ച് മീൻസ് ദാറ്റ് laughter is the best therapy and have some fun together, and remember love is the greatest healer. So you have to laugh, enjoy your life, and with your partner, if you are already married, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ ഉള്ളൊരു പ്ലാൻസ് ഉണ്ടാക്കുക. ആൻഡ് നിങ്ങളുടെ ടൈം, നിങ്ങളൊരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് ഒരുപാട് ഫണ്ണും ഹാപ്പിനെസ്സും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ യുവർ ലവ് ഫോർ ഈച്ച് അതർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഹീലർ എന്നുള്ളതും കൂടി യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ സീ മാനിഫെസ്റ്റിംഗ് മിറാക്കിൾസ്. സോ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ അബൌട്ട് വിഷൻ ബോർഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലിടാം. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ നെക്സ്റ്റ് ഇയറിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യും എന്നുള്ളത് കാണുന്നു. മാനിഫെസ്റ്റിംഗ് മിറാക്കിൾസ്, അതായത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിയാലിറ്റി ആക്കാൻ പറ്റും എന്നുള്ളത് കാണുന്നു. ട്രസ്റ്റ് യുവർ ഹാർട്ട് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ്. സോ നിങ്ങളുടെ ഹാർട്ടിൽ തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എഗെയിൻ സ്ട്രോങ് ആണ് എന്നുള്ളത് ഇവിടെ കാണുന്നു. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും അത് നടക്കാറുണ്ടാവാമായിരിക്കും, അല്ലെങ്കിൽ അത് അതേ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവാറുണ്ടാവാമായിരിക്കും. അത് കറക്റ്റ് ആണെന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നു. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ ഡിവൈൻ ഫെമിനൈൻ എനർജി. ഏത് ഗോഡസ് ആണ് നിങ്ങൾക്ക് ഇൻ പ്രൊട്ടക്ഷൻ ഉള്ളത് എന്ന് നോക്കാം. ഐ സീ ദ വജ്രയോഗിനി കാർഡ്. The essence of all Buddhas, I have power to make each moment sacred. Everything is material for my liberation. So നിങ്ങൾക്ക് എല്ലാ ബുദ്ധാസിൻ്റെയും ഏറ്റവും
എസെൻസ് ഉള്ള ഒരു ഗോഡസ്സാണ് നിങ്ങളുടെ സപ്പോർട്ടിനുള്ളത്, വിച്ച് മീൻസ് പീസ് ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ സപ്പോർട്ടിനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഓരോരോ മൊമെൻറ്റും നിങ്ങൾ സീക്രട്ടായിട്ട് കാത്തു സൂക്ഷിക്കുക, തെറ്റായിട്ടുള്ള വഴികളിൽ പോവാതിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളെ ലിബറേറ്റ് ചെയ്യും. അതായത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് ഫ്രീഡം നിങ്ങൾക്ക് ലോസ്റ്റ് ആയിട്ടുണ്ടല്ലേ, നിങ്ങളെ പല കാര്യത്തിൽ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകൾ നിങ്ങളെ ലിബറേറ്റ് ചെയ്യും, നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തരും എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു. സോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാൾപേപ്പറിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധേൻ്റെ പിക്ചറോ അല്ലെങ്കിൽ ബുദ്ധയുടെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം കേട്ടോ. സോ ബുദ്ധയുടെ ഒരു പിക്ചറോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ അറൗണ്ടിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് തോന്നുന്നു. നെക്സ്റ്റ് ഐ സീ ദ കോസ്മിക് എഗ് എനർജി. സോ കോസ്മിക് എഗ് ഇസ് ഓൾവേസ് അബൌട്ട് ന്യൂ സ്റ്റാർട്ട്, ഒരു പുതിയ സ്റ്റാർട്ട് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. അത് ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ്. സോ ഇത് ഞാൻ മൊത്തത്തിൽ റീഡ് ചെയ്യുന്നത് ജെൻഡർലെസ് ആയിട്ടാണ്. ഡിവൈൻ ഫെമിനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മെയിലിന് ഫെമിനൈൻ എനർജി ഉണ്ടായിക്കൂടാ എന്നുള്ളതില്ല. ബിക്കോസ് മെയിൽ ഓൾസോ ക്യാൻ ഹാവ് എ ഫെമിനൈൻ എനർജി. നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു നറിഷറിങ് ആയിട്ടുള്ളൊരു എനർജി കൊടുക്കുന്നുണ്ട്, ഒരു സേഫ് സറൗണ്ടിങ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഫെമിനൈൻ എനർജി. നിങ്ങൾ ലവിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, നിങ്ങൾക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർ അത് കാണിക്കില്ല. ബിക്കോസ് മസ്കുലൈനായിട്ട് നമ്മൾ കാണുന്നത് ഒരിക്കലും ഇമോഷൻസ് പുറത്ത് കാണിക്കാത്ത അല്ലെങ്കിൽ മസിലുള്ള മാൻ ഒക്കെയാണ്. പക്ഷേ ശരിക്കും അതല്ല. ലൈക്ക് ഇമോഷൻസ് പുറത്ത് കാണിക്കുന്നതും ഒക്കെ തന്നെ ഒരു പേഴ്സൺ, ഒരു മനുഷ്യൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് സൊസൈറ്റി സെറ്റ് സ്റ്റാൻഡേർഡ്, ലൈക്ക് മെൻ ആർ നോട്ട് സപ്പോസ് ടു ഷോ ഇമോഷൻസ്. സോ ഡിവൈൻ ഫെമിനൈൻ എനർജി ആയതുകൊണ്ടും ഒരു തെറ്റുമില്ല. ദർ ഇസ് നത്തിങ് ലൈക്ക് ഹാവിങ് എ ഫെമിനൈൻ എനർജി ഓർ ഫെമിനൈൻ ടച്ച് ഇൻ യുവർ ലൈഫ്. അത് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗുഡ് തിങ്, ദാറ്റ് യു ക്യാൻ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഡിവൈൻ ഫെമിനൈൻ എനർജീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഐ ഹോൾഡ് യൂണിവേഴ്സ് വിത്തിൻ മീ. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് യൂണിവേഴ്സ് ഉള്ളത്, പ്രൊട്ടക്ഷൻ ഉള്ളത്, എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആൻഡ് ഐ ആം എ ഫോഴ്സ് ഓഫ് എവർ എക്സ്പാൻഡിങ് ലവ്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ലവ് ബബിൾ പേഴ്സണാണ്, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാണ് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൺഫർമേഷൻ തരുന്നു. സോ യു വിൽ ബി ലവ്ഡ്, യു ക്യാൻ ലവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ, നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റട്ടെ. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് വാക്ക് അവേ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ രീതിയിലുള്ള പോസിറ്റീവ് മെസ്സേജസും നിങ്ങളുടെ ലൈഫിലേക്ക്, ഇതിനകത്ത് കണ്ടിട്ടുള്ള എല്ലാ പോസിറ്റീവ് മെസ്സേജസും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ അടുത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് ഇയർ. ആൻഡ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വിഷൻ ബോർഡിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണം, 2025 റിലേറ്റഡ് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.